വെൽക്കം ടു K2CSC. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എ ഏജൻ്റ് ആണ്. സോ എ ഏജൻറ്റ് മെയിൻലി 4 ടൈപ്സിലാണുള്ളത്. സിംപ്ലെക്സ് റിഫ്ലെക്സ് ഏജൻറ്റ്, മോഡൽ ബേസ്ഡ് റിഫ്ലെക്സ് ഏജൻറ്റ്, ഗോൾ ബേസ്ഡ് ഏജൻറ്റ് ആൻഡ് യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ്. സോ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സിംപ്ലെക്സ് റിഫ്ലെക്സ് ഏജൻറ്റ്, ഈ റിഫ്ലെക്സ് റിയാക്ഷൻ എന്താണെന്നൊക്കെ നമ്മൾ ബയോളജി പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് അത് നമ്മൾ എക്സാമ്പിൾ പെട്ടെന്ന് ഓർക്കുന്നത്, നമ്മുടെ കാലിലൊരു മുള്ളു കൊള്ളുന്ന ടൈമിൽ നമ്മൾ പെട്ടെന്ന് കാല് പിന്നിലേക്ക് വലിക്കത്തില്ലേ. അതായത് ഒരു ആക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സഡനായിട്ട് തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞത്. അതേപടിയാണ് ഇവിടെയും. ചൂസ് ആക്ഷൻ ഓൺലി ബേസ്ഡ് ഓൺ ദ കറണ്ട് പെർസെപ്റ്റ്. എന്താണ്, അപ്പോൾ ഉള്ള പെർസെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ആക്ഷന് റെസ്പോണ്ട് ചെയ്യേണ്ടത്. പെർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, അതായത് ആ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള ആ ഒരു സമയത്തെ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ആക്ഷന് എന്ത് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ആക്ഷനെ സെലക്ട് ചെയ്യുന്നത്. ചൂസ് ആക്ഷൻ ഓൺലി ബേസ്ഡ് ഓൺ ദ കറണ്ട് പെർസെപ്റ്റ്. റാഷണൽ ഓൺലി ഇഫ് എ കറണ്ട് ഡിസിഷൻ ഈസ് മെയ്ഡ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ദ കറണ്ട് പെർസെപ്റ്റ്. എന്താ റാഷണൽ, അതിന് ബുദ്ധിപരമായ ഒരു നീക്കം എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്, അപ്പോഴുള്ള ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ആക്ഷൻ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും, റാഷണൽ എന്ന് പറയും. റാഷണൽ ഓൺലി ഇഫ് എ കറണ്ട് ഡിസിഷൻ ഈസ് മെയ്ഡ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് കറണ്ട് പെർസെപ്റ്റ്. അപ്പോൾ ഉള്ള ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും, റാഷണൽ എന്ന് പറയും. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഒരു കണ്ടീഷൻ ആക്ഷൻ റൂളാണ്. അതായത് റൂൾ ദാറ്റ് മേപ്പ് എ കണ്ടീഷൻ ടു ആൻ ആക്ഷൻ. ഒരു കണ്ടീഷനെ അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ഷനുമായിട്ട് മാപ്പ് ചെയ്യുന്ന റൂളിനെയാണ് കണ്ടീഷൻ ആക്ഷൻ റൂൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, സി എന്ന് പറയുന്ന കണ്ടീഷനെ ഇവിടെ എ എന്ന് പറയുന്ന ആക്ഷനുമായിട്ട് മാപ്പ് ചെയ്തേക്കുക. ഇനി ഇതിൻ്റെ ഡയഗ്രം നമുക്ക് നോക്കണം. ഇതിൻ്റെ ഡയഗ്രം പെട്ടെന്ന് പറഞ്ഞുതരാം. ഇതൊരു ഏജൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റോബോട്ടുകൾ, ഇത് എൻവയോൺമെൻറ്റ്. ആദ്യം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, എൻവയോൺമെൻറ്റിൽ നിന്നുള്ള പെർസെപ്റ്റ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഇൻപുട്ടുകൾ ഏജൻറ്റിൻ്റെ സെൻസറിലെത്തുന്നു. അപ്പോൾ നമ്മുടെ ഏജൻറ്റിന് എന്ത് മനസ്സിലാവും, വാട്ട് ദ വേൾഡ് ഈസ് ലിസൺ നൗ. ഇപ്പോൾ എന്താണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റിൽ നടക്കുന്നത് എന്ന് ഏജൻറ്റിന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഏജൻറ്റ് വിചാരിക്കും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ആക്ഷൻ ചെയ്യണം, വാട്ട് ആക്ഷൻ ഐ ഡു. അപ്പോൾ ഈ ആക്ഷൻ നമ്മൾ എടുക്കുന്ന ഏത് റൂളിനെ ബേസ് ചെയ്തിട്ടാണ്, നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ആക്ഷൻ റൂളിനെ ബേസ് ചെയ്തിട്ട്. ഇതിൻ്റെ ഫലമായിട്ട് ആക്ഷൻ പെർഫോം ചെയ്യുന്നുവെങ്കിൽ എന്തിൽ കൊടുക്കും, ആക്ച്വേറ്റേഴ്സിൽ കൊടുക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൈയും കാലും അങ്ങനെയുള്ള സംഭവങ്ങളിൽ. എന്നിട്ട് ഈ ആക്ച്വേറ്റേഴ്സ് വഴി നമ്മുടെ എൻവയോൺമെൻറ്റിൽ എന്ത് പെർഫോം ചെയ്യും, ആക്ഷൻസ് പെർഫോം ചെയ്യും. ഇത്രയാണ് നമ്മുടെ സിമ്പിൾ റിഫ്ലെക്സ് ഏജൻറ്റിൻ്റെ ഡയഗ്രാം. ഇനി നമ്മൾ നോക്കുന്ന എന്താ, രണ്ടാമത്തെ മോഡൽ ബേസ്ഡ് റിഫ്ലെക്സ് ഏജൻറ്റ്. മോഡൽ മീൻസ് ദ നോളജ് അബൌട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ ദ എൻവയോൺമെൻറ്റ് റൈറ്റ് നൗ. ഇപ്പോൾ എന്താണ് എൻവയോൺമെൻറ്റിൽ നടക്കുന്നത് എന്നതിനെ പറ്റിയുള്ളൊരു നോളജിനെയാണ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, മോഡൽ മെയിൻറ്റെയിൻസ് ആൻ ഇൻറ്റേർണൽ സ്റ്റേറ്റ്. മോഡൽ എന്താ, ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. എന്താ ഇൻറ്റേർണൽ സ്റ്റേറ്റ്? ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഇസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ചൂസിങ് കറണ്ട് സ്റ്റേറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പെർസെപ്റ്റ് ഹിസ്റ്ററി. അതായത് മുന്നേ ഉള്ള ഇൻപുട്ടിൻ്റെ ഹിസ്റ്ററികൾ നോക്കിയിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റേറ്റ് ചൂസ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മുന്നേ നടന്ന അല്ലെങ്കിൽ മുന്നേ ഉള്ള എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റേറ്റ് ചൂസ് ചെയ്യുന്നു. അതായത് മുന്നേ ഉള്ള ഇൻപുട്ടിൻ്റെ ബേസിൽ നമ്മളൊരു സ്റ്റേറ്റ് ചൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞ, മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ പറ്റിയുള്ള നോളജാണ്. മോഡലിൽ ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഉണ്ട്. ഇൻറ്റേർണൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നേ ഉള്ള ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ് ചൂസ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, അറ്റ് ഈച്ച് ടൈം ദ സ്റ്റേറ്റ് ഈസ് അപ്ഡേറ്റഡ്. ഓരോ സമയത്തും ഈ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ അബൌട്ട് ഹൗ ദ വേൾഡ് ഇവോൾവ്സ്. എങ്ങനെയാണ് എൻവയോൺമെൻറ്റ് ഇവോൾവ് ചെയ്യുന്നത്, അതായത് എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ ആക്ഷൻസ് നടക്കും, എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ നോളജ് ഉണ്ട്, ആൻഡ് ഹൗ ദ ഏജൻറ്റ്സ് ആക്ഷൻസ് അഫക്ട് ദ വേൾഡ്. എങ്ങനെ ഏജൻറ്റിൻ്റെ ആക്ഷൻ കൊണ്ട് ഈ വേൾഡിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ട് നമ്മുടെ ഈ സ്റ്റേറ്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യും.
അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്ത 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ വേൾഡിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഏജൻറ്റിൻ്റെ ആക്ഷൻ കൊണ്ട് വേൾഡിനെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. ഇനി അതിൻ്റെ ഒരു ഡയഗ്രമാണ്. ഒന്നുമില്ല, നമ്മുടെ ഏജൻ്റ് ഉണ്ട്, എൻവയോൺമെൻറ്റ് ഉണ്ട്. എൻവയോൺമെൻറ്റിൽ നിന്നുള്ള പെർസെപ്റ്റ്സ് അഥവാ ഇൻപുട്ട് നമ്മുടെ ഏജൻറ്റിൻ്റെ സെൻസറിലെത്തുന്നു. അപ്പോൾ സെൻസർ നമ്മുടെ ഏജൻറ്റ് എന്ത് ചെയ്യുന്നു? വാട്ട് ദ വേൾഡ് ഈസ് ലിസൺ. ഇപ്പോൾ വേൾഡിൽ എന്താ നടക്കുന്നതെന്ന് നോക്കുന്നു. പിന്നെ അതിൽ നിന്ന് ആക്ഷൻ പെർഫോം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ് കണ്ടീഷൻ ആക്ഷൻ റൂൾ. ആക്ച്വേറ്റേഴ്സ് വഴി ആക്ഷൻ പെർഫോം ചെയ്യുന്നു. ഇനി ഇവിടെ 3 കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ പുതുതായിട്ട് പറഞ്ഞ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഇവിടെ എന്താ ബാധിക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഹൗ ദ വേൾഡ് ഇവോൾവ്സ് ഈ കാര്യവും, പിന്നെ ഹൗ ദ ഏജൻറ്റ് ആക്ഷൻ അഫക്റ്റ് ദ വേൾഡ്, അതാണ് വാട്ട് എനി ആക്ഷൻ ഡു എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ മോഡൽ ബേസ്ഡ് റിഫ്ലെക്സ് ഏജൻറ്റ്. ഇനി ഗോൾ ബേസ്ഡ് ഏജൻറ്റ്. ചൂസ് ദിയർ ആക്ഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഗോൾ. അതായത് നമ്മൾ ആക്ഷൻ ചൂസ് ചെയ്യുന്നത് ഗോൾ അച്ചീവ് ചെയ്യണം എന്ന് വെച്ചാൽ ഒരുപാട് ഗോൾസ് കാണുമല്ലോ. ആ ഗോൾസിൽ അച്ചീവ് ചെയ്യേണ്ട ഓർഡറിലായിരിക്കും നമ്മൾ ആക്ഷൻ ചൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ദാൻ ദ റിഫ്ലെക്സ് ഏജൻറ്റ്. നേരത്തെ പറഞ്ഞ റിഫ്ലെക്സ് ഏജൻറ്റിനേയും കാലം ഫ്ലെക്സിബിളാണ്. സിൻസ് ദ നോളജ് സപ്പോർട്ടിങ് ഡിസിഷൻ ഈസ് എക്സ്പ്ലിക്റ്റ്ലി മോഡൽഡ്. അതായത് ഇതെന്ന് പറയുന്നത് നമ്മുടെ റിഫ്ലെക്സ് ഏജൻറ്റിനേക്കാളും ഫ്ലെക്സിബിളാണ്. കാര്യമെന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഇവിടുത്തെ നോളജ് എന്ന് പറയുന്നത് സപ്പോർട്ടിങ് എ ഡിസിഷൻ ഈസ് എക്സ്പ്ലിസിറ്റ്ലി മോഡൽഡ്. അതായത് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ആ എൻവയോൺമെൻറ്റിനെ പറ്റിയുള്ള നോളജാണ്. അപ്പോൾ ആ ഒരു നോളജിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ സിറ്റുവേഷൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനെയാണ്. നമുക്ക് ഏതാണോ ഡിസയർ ചെയ്ത സിറ്റുവേഷൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനെയാണ് ഗോൾ എന്ന് പറയുന്നത്. ഇവിടെ വേറെ ഒരു വ്യത്യാസവുമില്ല. നമ്മുടെ കണ്ടീഷൻ ആക്ഷൻ റൂളിന് പകരം ഗോൾ എന്ന് പറയുന്ന സാധനം മാത്രം മാപ്പ് ചെയ്താൽ മതി. ഗോളിനെ ബേസ് ചെയ്തിരിക്കും, വേറെ ഒരു ഡിഫറൻസും ഇല്ല. ഇനിയെന്ന് പറയുന്ന ലാസ്റ്റ് വൺ യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ്. ചൂസ് ആക്ഷൻ ബേസ്ഡ് ഓൺ ദ പ്രെഫറൻസ് ഓർ യൂട്ടിലിറ്റി ഓഫ് ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിൻ്റെ ആവശ്യകതകൾ അല്ലെങ്കിൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ പ്രെഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ഷൻസ് ചൂസ് ചെയ്യുന്നത്. ഗോൾസ് ആർ ഇൻഎഡിക്വേറ്റ് വെൻ ദെയർ ആർ കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ്. അതായത് ഗോൾസിന് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഗോൾസ് നമുക്ക് തികയത്തില്ല. ഇൻഎഡിക്വേറ്റ് മീൻസ് അത് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് എടുക്കാൻ സാധിക്കത്തില്ല. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. ഗോൾസ് ഹാവ് സം അൺസർട്ടനിറ്റി ഓഫ് ബീയിങ് അച്ചീവ്ഡ്, സോ വി ഗീവ് ഇമ്പോർട്ടൻസ് ടു യൂട്ടിലിറ്റി. അതായത് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ച് അൺസർട്ടനിറ്റി വരും. അന്നേരമാണ് നമ്മൾ പ്രെഫറൻസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഡിസയർ ചെയ്യുന്ന കാര്യത്തിനേയും കാലം നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിനും ഓരോ പ്രിഫറൻസ് നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഡിസയർ ചെയ്ത് വെച്ചേക്കുന്നതിന് തന്നെ പ്രിഫറൻസ് കൊടുക്കും. ഇന്ന കാര്യം ആദ്യം എന്നൊരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരും. കാര്യം എന്താണ്, നമ്മളുടെ ഗോൾസ് എന്ന് പറയുന്നത് ഇൻഎഡിക്വേറ്റ് ആവുന്ന കണ്ടീഷനിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരും. ഫിഗറിലെല്ലാം ഒരു വ്യത്യാസവും ഇല്ല. ഗോളിന് പകരം യൂട്ടിലിറ്റി മാത്രം മാപ്പ് ചെയ്താൽ മതി.